വെൽക്കം ഓൾ. നമ്മളിനി മൂന്നാമത്തെ ചാപ്റ്ററിലാണ് പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫങ്ഷൻ, വിവിധ തരത്തിലുള്ള ഫങ്ഷനുകൾ എങ്ങനെയാണ് എഴുതുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നോക്കാൻ പോകുന്നത്. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്? അപ്പോൾ ഇൻ പ്രോഗ്രാമിംഗ് the entire problem will be divided into small sub problems that can be solved by writing separate programs. This kind of approach is known as modular programming. അതായത് പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മുടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഏതോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ എൻ്റയർ പ്രോബ്ലത്തെ നമ്മൾ ചെറിയ 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 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ സബ് പ്രോബ്ലംസ് എന്ന് പറയും. അങ്ങനെ ചെറിയ 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 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാർട്ടിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എഴുതും. അപ്പോൾ ഒരു വലിയ പ്രോബ്ലം, ആ പ്രോബ്ലത്തെ നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ പ്രോബ്ലംസും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസും എഴുതും. അപ്പോൾ ഒരു വലിയ പ്രോബ്ലം അതിനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസും റൈറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള അപ്രോച്ചിനെ വിളിക്കുന്ന പേരാണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇങ്ങനെ വലിയ പ്രോബ്ലത്തെ ചെറിയ പ്രോബ്ലമായി ഡിവൈഡ് ചെയ്ത് ഓരോ ചെറിയ പ്രോബ്ലവും ചെയ്യുന്നതിന് സെപ്പറേറ്റ് പ്രോഗ്രാമുകൾ എഴുതുന്ന ടൈപ്പിലുള്ള പ്രോഗ്രാമിങ്ങിനെ വിളിക്കുന്ന പേരാണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഇനി ഇങ്ങനെയുള്ള ഓരോ സബ് പ്രോബ്ലംസെയും അല്ലെങ്കിൽ സബ് ടാസ്കുകളെയും നമ്മൾ വിളിക്കുന്നത് മോഡ്യൂളുകൾ എന്നാണ്. അപ്പോൾ ഈച്ച് സബ് ടാസ്ക് വിൽ ബി കൺസിഡേർഡ് ആസ് എ മോഡ്യൂൾ ആൻഡ് വി റൈറ്റ് പ്രോഗ്രാം ഫോർ ഈച്ച് മോഡ്യൂൾ. ഇങ്ങനെയുള്ള ഓരോ സബ് പാർട്ടുകളെയും നമ്മൾ മോഡ്യൂളുകളെന്ന് വിളിക്കും. അങ്ങനെയുള്ള ഓരോ മോഡ്യൂളിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യും, പ്രോഗ്രാം എഴുതുകയും ചെയ്യും. അങ്ങനെ വലിയ പ്രോഗ്രാമുകളെ ചെറിയ ചെറിയ സബ് പ്രോഗ്രാമുകളായി ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സുണ്ട്. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. അതായത് മോഡ്യൂളുകളായി ഡിവൈഡ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോഡുലറൈസേഷൻ. അപ്പോൾ മോഡുലാർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ പറഞ്ഞു, ഒരു വലിയ പ്രോബ്ലം, ദാറ്റ് പ്രോബ്ലം ഈസ് ഡിവൈഡഡ് ഇൻ ടു സബ് പ്രോബ്ലംസ് ആൻഡ് റൈറ്റ് പ്രോഗ്രാംസ് ഫോർ ഈച്ച് പ്രോബ്ലംസ്. അങ്ങനെയുള്ള ഓരോ സബ് പാർട്ടിനെയും നമ്മൾ മൊഡ്യൂൾ എന്ന് വിളിക്കും. അങ്ങനെ ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ 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 മോഡ്യൂളുകളായി ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോഡുലറൈസേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ മോഡുലറൈസേഷൻ ചെയ്യുന്നത് കൊണ്ട്, അതായത് മോഡുലാർ പ്രോഗ്രാമിംഗ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന അടുത്ത്. ദ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റുകൾ എന്തെല്ലാമാണ്? അപ്പം മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്ന ഒരു മെറിറ്റാണ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം എന്നുള്ളത്. അതായത് പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും, കുറയ്ക്കും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ സം കേസസ് certain instructions in a program may be repeated at different points of the program. The modular approach helps to isolate the repeating task and write instructions for this. We can assign a name to this set of instructions and this can be invoked by using that name. Thus program size is reduced. നമുക്ക് എങ്ങനെയാണെന്നതൊന്ന് മനസ്സിലാക്കി നോക്കാം. ചില കേസുകളിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ഒരേ ടാസ്ക് തന്നെ പല സ്ഥലത്തും റിപ്പീറ്റ് ചെയ്ത് പെർഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പം എനിക്ക് കുറേ നമ്പേഴ്സിൻ്റെ ക്യൂബ് കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം.
അപ്പോൾ അവിടെ ഞാൻ 8ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുന്നുണ്ട്, 16ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുന്നുണ്ട്, 32ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുന്നുണ്ട്, 46ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുക. ഈ ക്യൂബ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് അത് 8 ആയിരുന്നാലും 10 ആയിരുന്നാലും 46 ആയിരുന്നാലും വേറൊരു നമ്പർ ആയിരുന്നാലും ഒക്കെ സെയിം പ്രോസസ്സായിരിക്കും അല്ലേ. ആ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മോഡുലറൈസേഷൻ അല്ലാതെ പ്രോഗ്രാം എഴുതുന്നു എങ്കിൽ ഞാൻ ഈ ഓരോ തവണയും ക്യൂബ് കാണുമ്പോൾ അതെങ്ങനെയാണ് ക്യൂബ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് എന്ന് നമ്മളവിടെ പറഞ്ഞു കൊടുക്കണം, വേണമല്ലോ. പക്ഷേ മോഡുലാർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ റിപ്പീറ്റിംഗ് ടാസ്കിനെ ഐസൊലേറ്റ് ചെയ്യുവോടെ. റിപ്പീറ്റിംഗ് ടാസ്ക്, ദ മോഡുലാർ അപ്രോച്ച് ഹെൽപ്സ് ടു ഐസൊലേറ്റ് ദ റിപ്പീറ്റിംഗ് ടാസ്ക്. അതായത് ഈ റിപ്പീറ്റ് ചെയ്യുന്ന ടാസ്കുകളെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാതെ അതിനെല്ലാം കൂടെ ഉള്ള ഇൻസ്ട്രക്ഷൻ ഒരു പേരിൽ എഴുതി വയ്ക്കും. അത് നമ്മളൊരു മോഡ്യൂളാക്കി വയ്ക്കും. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ആവശ്യം വരുന്നത് അപ്പോൾ ആ മോഡ്യൂൾ ഇങ്ങോട്ട് ഇൻവോക്ക് ചെയ്യും, അതായത് നമ്മൾ ഇങ്ങോട്ട് വിളിക്കും. അതുപോലെ അപ്പോൾ അവിടെ മോഡുലറൈസേഷൻ നടന്നത് മൂലം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് എഴുതേണ്ടതായിട്ട് വരുന്നില്ല. അത് ഒരു തവണ എഴുതി അതിനൊരു പേരും കൊടുത്തു വച്ചിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്താൽ മതി, അതെടുത്ത് ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതണ്ട, ഒരു തവണ എഴുതിയാൽ മതി. അപ്പം നമ്മൾ 15 തവണ ഈ കാര്യം ചെയ്യുമായിരുന്നു എന്ന് വിചാരിക്കുക. ഈ ഇൻസ്ട്രക്ഷൻസിൽ 5 ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ 15 തവണയും ആ ഇൻസ്ട്രക്ഷൻ എഴുതേണ്ടി വന്നിരുന്നെങ്കിൽ 75 തവണ ആ ഇൻസ്ട്രക്ഷൻസ് എഴുതേണ്ടി വരുമായിരുന്നു നമുക്ക്. ഇപ്പം നമ്മൾ 5 ലൈനിൽ ആ ഇൻസ്ട്രക്ഷൻ എഴുതി തീർത്തു. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ മോഡ്യൂളിനെ നമ്മൾ വിളിച്ച് കാര്യം നടത്തും. അപ്പോൾ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റിയില്ലേ? അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? പ്രോഗ്രാമിൻ്റെ സൈസ് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. ഇതാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. ഇനി നമുക്ക് മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ രണ്ടാമത്തെ ഒരു മെറിറ്റ് നോക്കാം, ഒരു അഡ്വാൻറ്റേജ് നോക്കാം. ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. എററുകൾ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ് എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് നമുക്കൊന്ന് ചാൻസ് കുറവ് എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. When the size of the program is reduced, naturally syntax errors will be less in number. സ്വാഭാവികമാണല്ലേ. വലിയ പ്രോഗ്രാം നമ്മൾ എഴുതിയതിനെ ഇപ്പോൾ സൈസ് റെഡ്യൂസ് ചെയ്തു. സൈസ് റെഡ്യൂസ് ചെയ്യുമ്പം കുറച്ച് ലൈൻസേ ഉണ്ടാവുള്ളൂ. കുറച്ച് ലൈൻസ് ആകുമ്പോൾ നമ്മൾ എഴുതുന്ന എററുകളിൽ, നമ്മൾ എഴുതുന്ന ഇൻസ്ട്രക്ഷൻസിൽ വരാമെന്നുള്ള എറർ, അതായത് സിൻടാക്സ് എററുകൾ, നമ്മൾ എഴുതുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ സിൻടാക്സിൽ വ്യത്യാസം വരുന്നത് മൂലം ഉണ്ടാകുന്ന എററുകൾ, അതാണ് സിൻടാക്സ് എററുകൾ. അങ്ങനെയുള്ള സിൻടാക്സ് എററുകളുടെ എണ്ണം കുറയും. കാരണം എന്താ? നമ്പർ ഓഫ് ലൈൻസ്, നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ പ്രോഗ്രാം കുറവാണ്. മറ്റേ വലിയ പ്രോഗ്രാം സൈസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തു മോഡുലറൈസേഷൻ വെച്ച്. അപ്പം നമുക്ക് സ്വാഭാവികമായും നമ്പർ ഓഫ് ലൈൻസ് കുറയുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ലൈനുകൾ എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശ്രദ്ധ കൂടും. സ്വാഭാവികമായും അതിനകത്തുണ്ടാകാവുന്ന സിൻടാക്സ് എററുകളുടെ എണ്ണം എന്തു ചെയ്യും? കുറയും. ഇനി ലോജിക്കൽ എററുകൾ ഉണ്ടാകാനുള്ള ചാൻസും കുറയും. കാരണം എന്താ? നമുക്ക് ഓരോ മോഡ്യൂളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതുന്നത് അല്ലേ. അപ്പം നമുക്ക് ഒരു സമയം ഒരു ചെറിയ മൊഡ്യൂളിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം മതി. ആ വലിയ പ്രോഗ്രാമിനെ മൊത്തത്തിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ എഴുതുന്ന ഓരോ ചെറിയ മോഡ്യൂളുകളെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ആ മോഡ്യൂൾ മാത്രം ശ്രദ്ധിച്ചപ്പോൾ ഒരു ചെറിയ പ്രോഗ്രാം പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ മോഡ്യൂൾ എഴുതുന്ന സമയത്ത് ആ ചെറിയ പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സൊല്യൂഷൻ പ്രോബ്ലത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ട. നമുക്ക് ഈ മോഡ്യൂളിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ എന്തു ചെയ്യും? ലോജിക്കൽ എററുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറയും. കാരണം നമ്മൾ അശ്രദ്ധമായിട്ട് ഇത് ചെയ്യത്തില്ലല്ലോ. പുള്ളി നമുക്ക് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ എറർ ഒക്കറിങ് ചാൻസ് കുറയും. അപ്പോൾ നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് മൂലം നമ്മുടെ പ്രോഗ്രാമിൻ്റെ സിൻടാക്സ് എററുകൾ ഉണ്ടാകാനുള്ള ചാൻസും പിന്നെയോ ലോജിക്കൽ എററുകൾ ഉണ്ടാകാനുള്ള ചാൻസും കുറയും. എന്തുകൊണ്ടാണ്? പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട്.
ക്ലിയർ? മൂന്നാമത്തെ ഒരു മെറിറ്റാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കുറയും. എങ്ങനെയാണ് ഈ കോംപ്ലക്സിറ്റി കുറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളൊരു വലിയ സൊല്യൂഷൻ, ആ സൊല്യൂഷൻ നമ്മൾ മോഡുലറൈസേഷൻ ഒന്നും ഇല്ല, അതായത് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാതെ ഇരുന്ന് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ലോജിക് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് അത് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ഈ പ്രോബ്ലത്തെ ചെറിയ ചെറിയ കൺസെപ്ച്വൽ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്താണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തു ചെയ്യും? നമ്മളിപ്പോൾ ചെയ്യുന്നത് ചെറിയ 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 പ്രോഗ്രാമുകളാണ്, അതിൻ്റെ ലോജിക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അപ്പോഴാ പ്രോഗ്രാം മൊത്തത്തിലൊന്ന് സിംപിളറാവും. അപ്പോൾ നമ്മുടെ ഒരുമിച്ച് ചെയ്യുന്നതിൻ്റെ കോംപ്ലക്സിറ്റി ഇത് ചെറിയ 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 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇല്ലാതാകും. അപ്പം മോഡുലറൈസേഷൻ വഴി ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ലോജിക്കിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കുറയും. ക്ലിയർ ആയോ? അപ്പോൾ പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ കഴിയും മോഡുലറൈസേഷൻ വഴി. ഇനി അടുത്ത ഒരു മെറിറ്റാണ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് റീയൂസബിലിറ്റി? പിന്നീടും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതാണ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. അതിനെ ഇംപ്രൂവ് ചെയ്യുമെന്ന്, റീയൂസബിലിറ്റിയെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഒരു മോഡ്യൂളുകളായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ എഴുതുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോഗ്രാം ചെറിയ ചെറിയ മോഡ്യൂളുകളായി ഡിവൈഡ് ചെയ്ത് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ളൊരു മോഡ്യൂളാണെന്ന് വിചാരിക്കുക. ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ളൊരു മോഡ്യൂൾ ഞാൻ റൈറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ആ മോഡ്യൂളിൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്താൽ, അതേ മോഡ്യൂൾ തന്നെ വേറെ എവിടെയെങ്കിലും ഇതേ പർപ്പസ് ചെയ്യുന്നിടത്ത് എനിക്ക് ഉപയോഗിക്കാൻ കഴിയും അല്ലേ? എൻ്റെ പ്രോബ്ലത്തിൽ ഞാൻ സ്ക്വയർ റൂട്ട് 10 സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്, വേറൊരു പ്രോബ്ലത്തിലും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അവിടെയും പിന്നെ ഇത് എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെയും ഈ ഫംഗ്ഷൻ അതേ കണക്കെടുത്താൽ പോരെ. അപ്പോൾ ഇങ്ങനെ മോഡ്യൂളുകളാക്കി മാറ്റുന്നത് കൊണ്ട് ഒരു പർപ്പസിനുള്ള മോഡ്യൂളുകൾ എഴുതി കഴിഞ്ഞാൽ അത് ഈ സൊല്യൂഷനിൽ മാത്രമല്ല, നമുക്ക് അതേ ഉപയോഗത്തിലുള്ള വേറെ ഏതെങ്കിലും സ്ഥലത്തും അത് ഉപയോഗിക്കാൻ കഴിയും. A module written once may be used later in many other programs instead of starting from scratch. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ എഴുതുന്ന സാധനം തന്നെ അതേപോലെ അതിൻ്റെ പേര് വെച്ച് മറ്റിടത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. വീണ്ടും ഒന്നേന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും? പ്രോഗ്രാം ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിനെയും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും അല്ലേ? റീയൂസബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടൈം റെഡ്യൂസ്മെൻറ്റും കൂടാണ്. കാരണം വീണ്ടും വീണ്ടും ഇത് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെയൊക്കെയാണോ ആവശ്യമായിട്ട് വരുന്നത് അവിടെ നമ്മൾ ഇതിനെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ഈ പ്രോഗ്രാമിൽ മാത്രമല്ല, വേറെ പ്രോഗ്രാമുകൾക്കകത്തും ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു പ്രോബ്ലം ചെയ്തു തുടങ്ങുമ്പോൾ ആ പ്രോബ്ലത്തെ നമ്മൾ ചെറിയ ചെറിയ മോഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കുമ്പോൾ ആ മോഡ്യൂളുകൾ ബാക്കിയുള്ള പ്രോഗ്രാമുകൾക്കും ഉപയോഗിക്കാൻ കഴിയും. ദാറ്റ് റെഡ്യൂസ് ദ ടൈം ടേക്കൺ ഫോർ ദ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ്. സോ ഇറ്റ് ഇംപ്രൂവ്സ് ദ റീയൂസബിലിറ്റി. ഇതാണ് നാലാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പല മെറിറ്റുകളും പറഞ്ഞു. മോഡുലറൈസേഷൻ്റെ അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ പല മെറിറ്റുകളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാൽ ഇതിന് ഡീമെറിറ്റ്സ് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? അതാണ് നമ്മളിനി അടുത്തതായിട്ട് ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. മോഡുലാർ പ്രോഗ്രാമിങ്ങിന് ചില ഡിസഡ്വാൻറ്റേജുകളുണ്ട്. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ പ്രോബ്ലം ആണല്ലേ. ഈ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ബ്രേക്കിംഗ് ഡൗൺ എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ടാസ്ക്കാണ്. അതായത്
നമ്മൾക്ക് തന്നിരിക്കുന്ന വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്നത് പോലുള്ള പ്രോഗ്രാംസ് ഒന്നുമല്ല, റിയൽ ലൈഫ് സിറ്റുവേഷൻസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങളുടെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പോവുകയാണ്, ഒരു ഹ്യൂജ് ടാസ്ക്കാണത്. അപ്പോൾ ഈ ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ അത് എങ്ങനെ കൃത്യമായി ചെറിയ മോഡ്യൂളുകളായി ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ടാസ്ക്കാണ്. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഈച്ച് പ്രോബ്ലം മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതേഴ്സ്, അതായത് ഒന്നും മറ്റൊന്നിൽ നിന്നും തികച്ചും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതും ഇതിനകത്ത് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു വലിയ കെയർ കൊടുത്തുകൊണ്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം ഇതൊരു വലിയ പ്രോബ്ലം ആയതുകൊണ്ട് ഇതിൻ്റെ ഹൈറാർക്കി ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദ മോഡ്യൂളും നമ്മൾ തീരുമാനിക്കണം. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മോഡ്യൂൾ ചെയ്തിട്ടാണ് അടുത്ത മോഡ്യൂളിലേക്ക് പോകേണ്ടതെന്നുള്ള ഹൈറാർക്കി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താലേ നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ പ്രോബ്ലം അതൊരു ചലഞ്ചിങ് ടാസ്ക്കാണ്. എങ്ങനെ കറക്റ്റായിട്ട് ബ്രേക്കിംഗ് ഡൗൺ ചെയ്യുക എന്ന് പറയുന്നതും അതിന് ഹൈറാർക്കി തീരുമാനിച്ചു കൊടുക്കുക എന്ന് പറയുന്നതും ഒരു വലിയ ടാസ്ക്കാണ്, വളരെ ശ്രദ്ധ വേണ്ട ഒരു സംഭവമാണ്. ഇത് എന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഈ ചലഞ്ചിങ് ടാസ്കുകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളതിനെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മോഡുലറൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ചാണ് നമുക്ക് പറയാം. ക്ലിയർ? അപ്പോൾ നമ്മൾ മോഡുലറൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചു. ഇനി നമുക്ക് ഈ ഫങ്ഷൻസിനെ കുറിച്ച് പറയാം. അതായത് ഈ ചെറിയ ചെറിയ മോഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പ്രോഗ്രാമിങ്ങിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരു ഫങ്ഷൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയണം. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ കാണുന്നതൊരു കോഫി മേക്കറാണ്. അപ്പോൾ ഈ കോഫി മേക്കറിൽ നമ്മൾ എന്തൊക്കെ ചേർത്താൽ നമുക്ക് കോഫി കിട്ടും? അതിനകത്ത് വാട്ടർ വേണം, മിൽക്ക് വേണം, ഷുഗർ വേണം, കോഫി പൗഡർ വേണം. ഇത്രയും ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കോഫി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇതൊക്കെ പല അളവിൽ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നിന്നൊരു കോഫി മേക്ക് ചെയ്യാൻ അത് പല അളവിലാണ് അതിൽ നിന്ന് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ മേക്ക് കോഫി എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ഇതങ്ങോട്ട് ബേൺ ചെയ്ത് ഈ കോഫി ഉണ്ടാക്കി നമുക്ക് താഴെയുള്ള കപ്പിൽ തരും. അപ്പോൾ ആ കപ്പ് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് പ്രോഡക്റ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ സിംബോളിക്കലി ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. A cup of coffee is equal to, അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ, മേക്ക് കോഫി എന്ന് പറയുന്ന പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ എന്തൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്? വാട്ടർ, മിൽക്ക്, ഷുഗർ ആൻഡ് കോഫി പൗഡർ. അപ്പോൾ കപ്പ് ഈസ് ഈക്വൽ ടു മേക്ക് കോഫി, എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റിനകത്ത് വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ എന്നെഴുതി. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്. ഇനി നമുക്കിതിനെ അതേപോലെ നമ്മുടെ പ്രോഗ്രാമിംഗ് ലോജിക്കിനകത്തോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോഫി മേക്കറിൻ്റെ കേസ് പോലെ നമ്മളിവിടെ ഒരെണ്ണം നോക്കിയേ, ഒരു പ്രോസസ്സുണ്ട്, ആഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ്. അതിനകത്ത് ഞാൻ അങ്ങോട്ട് എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ കൊടുക്കുന്നത്? 3, 5, 2, 6. അപ്പോൾ ഈ 3, 5, 2, 6 അങ്ങോട്ട് കൊടുത്താൽ ഈ ആഡ് എന്ന് പറയുന്ന പ്രോസസ്സ് അത് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് ഇങ്ങോട്ട് തരുന്നുണ്ട്. അത് സി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? സി ഈസ് ഈക്വൽ ടു ആഡ് ഓഫ് 3, 5, 2, 6. നേരത്തെ നമ്മൾ കോഫി മേക്ക് കോഫി എന്ന് പറയുന്ന പ്രോസസ്സ്, അതേപോലെ ഇവിടെ ആഡ് നമ്പേഴ്സിന് ആഡ് ചെയ്യുക. ആഡ് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ അതിനകത്തോട്ട് കൊടുക്കുന്നത്? 3, 5, 2, 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സി കിട്ടും. അപ്പോൾ സി ഈസ് ഈക്വൽ ടു ആഡ് ഓഫ് 3, 5, 2, 6. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മളിവിടെ പ്രോസസ്സിനൊരു പേര് കൊടുത്തു. ആ പ്രോസസ്സിലേക്ക് എന്തൊക്കെയോ പോകുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്നുമുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ആസ് പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത്
അതിൻ്റെ ടാസ്ക് അനുസരിച്ച് ചെറിയ 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 പാർട്ടുകളായിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഓരോ പാർട്ടും ഓരോ സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതായിരിക്കും തന്നല്ലോ. അങ്ങനെ ഓരോ സ്പെസിഫിക് ടാസ്ക് ഒരു സൊല്യൂഷൻ്റെ ഭാഗമായി ചെയ്യുന്നതിന് വേണ്ടി എഴുതുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റുകളെ ഒരു പേര് കൊടുത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഫങ്ഷൻ. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഫങ്ഷൻ? ഫങ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് in a program to perform a specific task as part of the solution. ഒരു സൊല്യൂഷൻ്റെ ഭാഗമായി ഒരു പ്രോഗ്രാമിനെ നമ്മൾ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഓരോ സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു പേര് കൊടുത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഫങ്ഷൻ. അപ്പോൾ ഫങ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് in a program to perform a specific task as part of the solution. ഇതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ മോഡ്യൂളുകളായിട്ട് തിരിക്കുന്നു. ആ മോഡ്യൂളുകളായിട്ട് തിരിക്കുന്ന ഓരോ മോഡ്യൂളിനെയും നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും? ഫങ്ഷൻ എന്ന് പറയും. ക്ലിയർ? ഇനി നമ്മൾ ഈ ഫങ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഫങ്ഷൻ്റെ ഇപ്പം നമ്മൾ ഫങ്ഷൻ എന്താണെന്നാണ് പറഞ്ഞത്. ഒരു ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് ആ ഫങ്ഷനകത്തേക്ക് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ പാസ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മളവിടെ മിൽക്ക് വാട്ടർ എന്ന് പറഞ്ഞു, രണ്ടാമത് ആഡ് ചെയ്യുന്ന കേസ് പറഞ്ഞപ്പോൾ കുറേ നമ്പേഴ്സ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഫങ്ഷനകത്തേക്കോ എന്തെങ്കിലും വാല്യൂസ് കൊടുക്കുന്നുണ്ടാവും നമ്മൾ. ദാറ്റ് വാല്യൂസ് ആർ കോൾഡ് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. അങ്ങനെ നമ്മൾ ഫങ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിനകത്തേക്ക് പാസ് ചെയ്യുന്ന വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ് ആർ ദ വാല്യൂസ് പാസസ് ടു ദ ഫങ്ഷൻ വെൻ വി കോൾ ഇറ്റ്. നമ്മൾ ആ ഫങ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത്, ഫങ്ഷൻ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഫങ്ഷനകത്തേക്ക് പാസ് ചെയ്യുന്ന വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് പാരാമീറ്റേഴ്സ്, അല്ലെങ്കിൽ അതിനെ ആർഗ്യുമെൻറ്റ്സ് എന്ന് വിളിക്കും. അടുത്തായിട്ട് നമുക്ക് എന്താണ് റിട്ടേൺ ടൈപ്പ് എന്നുള്ളത് നോക്കാം. റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഫങ്ഷനിൽ നിന്നൊരു വാല്യൂ ഇങ്ങോട്ട് കിട്ടുന്നില്ലേ. നമ്മൾ ആദ്യം പറഞ്ഞ കോഫി മേക്കിങ്ങിൻ്റെ കാര്യത്തിലാകുമ്പോൾ കോഫി, ഇവിടെ രണ്ടാമത് പറഞ്ഞ കേസിലാകുമ്പോഴത്തേക്ക് അതിനെല്ലാം കൂടെ ആഡ് ചെയ്തൊരു വാല്യൂ, അത് സി എന്ന് പറഞ്ഞല്ലേ, അതിങ്ങോട്ട് തന്നു. അപ്പോൾ അവിടെ ഒരു ഫങ്ഷനിൽ നിന്ന് ഒരു വാല്യൂ ഇങ്ങോട്ട് തരും നമുക്ക്. അങ്ങനെ ഒരു വാല്യൂ, ആ തരുന്ന വാല്യൂവിനെ വിളിക്കുന്ന പേരാണ്, അതിൻ്റെ ആ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് റിട്ടേൺ ടൈപ്പ്. എന്ത് ടൈപ്പിലുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നതാണ് റിട്ടേൺ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ടൈപ്പ് ഓഫ് ദ വാല്യൂ ദാറ്റ് റിട്ടേൺ ഫ്രം ദ ഫങ്ഷൻ. ഇനി നമ്മൾ പറഞ്ഞു ഒരു ഫങ്ഷൻസ് പാരാമീറ്റേഴ്സും ഉണ്ട്, റിട്ടേൺ വാല്യൂസും ഉണ്ട്. പക്ഷേ ഒരു എല്ലാ ഫങ്ഷനുകളിലും ഇവയെല്ലാം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ പോലും പാസ് ചെയ്യാതെയും ഫങ്ഷൻ വർക്ക് ചെയ്യും. ഫങ്ഷൻ വിളിച്ചാൽ മതി, ഫങ്ഷനിലോട്ട് നമുക്കൊന്നും കൊടുക്കാനില്ല. ഒരു കാര്യം ചെയ്യണം, ഇപ്പം എനിക്ക് ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ പല സ്ഥലത്തും എൻ്റെ പേര് പ്രിൻ്റ് ചെയ്യണം. എൻ്റെ പേര് പ്രിൻ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് ഞാൻ ഇതിന് വല്ലാത്ത വാല്യൂ വല്ലതും കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. എനിക്ക് എൻ്റെ പേര് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഫങ്ഷനെ കോൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ഫങ്ഷനുകളിൽ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ ഫങ്ഷനിൽ നിന്ന് ചിലപ്പോൾ ഒന്നും റിട്ടേൺ ചെയ്ത് വരില്ല. ഫങ്ഷൻ അവിടെ പോയി, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെ പേര് പ്രിൻ്റ് ചെയ്യുന്നു, എന്തെങ്കിലും റിട്ടേൺ ചെയ്ത് വരുമോ? ഒന്നും വരില്ല. പേര് പ്രിൻ്റ് ചെയ്യും, വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്ത് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ചില ഫങ്ഷനുകൾക്കകത്ത് പാരാമീറ്റേഴ്സും റിട്ടേൺ വാല്യൂസും ഒന്നും ഉണ്ടാവത്തില്ല. അതാണ് നമ്മൾ പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് all the functions require some parameters and all of them return some value. എല്ലാ ഫങ്ഷനുകൾക്കും പാരാമീറ്റേഴ്സ് വേണമെന്നും എല്ലാ ഫങ്ഷനുകളും ചില വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നു എന്ന് പറയുന്നതും നമുക്ക് പൂർണ്ണമായിട്ടും ശരിയല്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് all the functions require some parameters
ആൻഡ് ആൾ ഓഫ് ദം റിട്ടേൺ സം വാല്യൂ. ഇനി നമ്മൾ ഫങ്ഷൻസ് തന്നെ രണ്ട് ടൈപ്പിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ ആ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അല്ല, ഒന്നാമത്തെ ടൈപ്പിലുള്ള ഒരു ഫങ്ഷനാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്നുള്ളത്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻ. അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രീ ഡിഫൈൻഡ്, നേരത്തെ ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ, അതിനകത്ത് തന്നെ ഉള്ളത് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് C++ provides a rich collection of functions ready to be used for various tasks. The tasks to be performed by each of these are already written, debugged and compiled. Their definitions alone are grouped and stored in files called header files. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ ഇടയിൽ സാധാരണമായി കണ്ടുവരാറുള്ള പല ടാസ്കുകളും ഉണ്ട്. ഇപ്പോൾ ഒരു സ്ട്രിങ്ങിനെ പ്രിൻ്റ് ചെയ്യുക, സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ധാരാളം ടാസ്കുകളുണ്ട്. ഈ ടാസ്കുകളെല്ലാം നമ്മളെ കൊണ്ട് എഴുതിക്കാൻ നിൽക്കാതെ C++ തന്നെ അവ നേരത്തെ ഓൾറെഡി റൈറ്റ് ചെയ്ത്, കമ്പൈൽ ചെയ്ത്, ഡീബഗ് ചെയ്ത്, റെഡിയാക്കി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഗ്രൂപ്പ് ചെയ്ത്, അവയുടെ സ്വഭാവം അനുസരിച്ച് ഗ്രൂപ്പ് ചെയ്ത് അവയെ ഹെഡർ ഫയലുകൾ എന്ന് പറയുന്ന ഫയലുകൾക്കകത്ത് എഴുതി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. നമുക്കാവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? ഇതിനെ ഇങ്ങോട്ടെടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. അത്തരത്തിലുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷനുകളെ വിളിക്കുന്ന പേരാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഓർ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അപ്പോൾ എന്താ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഓർ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ? C++ പ്രൊവൈഡ്സ് എ റിച്ച് കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ഓൾറെഡി ടു ബി യൂസ്ഡ് ഫോർ വേരിയസ് ടാസ്ക്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫങ്ഷനുകളെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ദ ടാസ്ക് ടു ബി പെർഫോംഡ് ബൈ ഈച്ച് ഓഫ് ദീസ് ആർ ഓൾറെഡി റിട്ടൺ, ഡീബഗ്ഡ് ആൻഡ് കമ്പൈൽഡ്. ഇതെല്ലാം എഴുതി, കമ്പൈൽ ചെയ്ത്, ഡീബഗ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അതെവിടെയാ? ഗ്രൂപ്പ് ചെയ്ത് ഹെഡർ ഫയലുകൾ എന്ന് പറയുന്ന ഫയലുകൾക്കകത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് നമ്മളതെടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള ഫങ്ഷനുകളെ വിളിക്കുന്ന പേരാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന്. അടുത്ത കാറ്റഗറിയിലുള്ള ഒരു ഫങ്ഷനാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ C++ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് തന്നെ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ എഴുതി സൂക്ഷിച്ചിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ഫങ്ഷൻ എഴുതി തയ്യാറാക്കാൻ പറ്റും. അങ്ങനെ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ നെയിം എന്താണ്, അതിനെന്തൊക്കെ ഡേറ്റ റിക്വയർമെൻ്റ് ഉണ്ട്, അത് എന്താണ് തിരിച്ച് തരുന്നത്, അതിൻ്റെ ടൈപ്പ് എന്താണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആര് ഡിഫൈൻ ചെയ്യണം? യൂസർ ഡിഫൈൻ ചെയ്യണം. അങ്ങനെ യൂസർ തീരുമാനിക്കുന്ന, യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷനുകളെ വിളിക്കുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അപ്പോൾ C++ പ്രൊവൈഡ്സ് ദ ഫെസിലിറ്റി ടു ക്രിയേറ്റ് അവർ ഓൺ ഫങ്ഷൻസ് ഫോർ സം സ്പെസിഫിക് ടാസ്ക്. ചില ആവശ്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടേതായിട്ടുള്ള ഫങ്ഷനുകൾ ചെയ്യാൻ കഴിയും. Everything related to a function such as the task to be carried out, the name and data required are decided by the user and hence they are known as user defined function. ഫങ്ഷൻ്റെ പേരെന്തായിരിക്കണം, അതിനകത്ത് എന്താണ് ചെയ്യേണ്ടത്, അവിടെ എന്ത് ഡേറ്റ വേണം, അവിടെ നിന്ന് എന്ത് തിരിച്ചു വരും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആർക്ക് തീരുമാനിക്കാം? യൂസറിന് തീരുമാനിക്കാം. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്, അല്ലെങ്കിൽ യൂസർ ക്രിയേറ്റ് ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പിലുള്ള ഫങ്ഷൻ. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.